ಕೊರಳಲಿ ಭಸ್ಮರುದ್ರಾಕ್ಷಮು ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವ ಮುನೀನೇ ಗರುಡ ಗಮನ ನಮ್ನ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯ ಮುನೀನೇ ಚಂದ್ರಚೂಡ ಶಿವ ಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮಃ. ഞാൻ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ മാപ്പിളപ്പാട്ടും കഥകളി സംഗീതവും ഈ പറഞ്ഞ കർണാട്ടിക്കും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഫാത്തിമ? എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. എന്നുവെച്ചാൽ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ് കേൾക്കാനെല്ലാം. മെലഡി ആണെങ്കിലും മാപ്പിള പാട്ടാണെങ്കിലും എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടത്തോടെ അങ്ങനെ പാടും, അങ്ങനെ അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് നെഗറ്റീവായിട്ട് കമന്റ്സ് ഇപ്പോഴും വരാറുണ്ട്. അങ്ങനെ കമന്റ്സ് ആണ് അധികം വരും, അങ്ങനെ മെസ്സേജസ് ആയിട്ടൊന്നും വരാറ് കുറവാണ്. അപ്പൊ അതിന് എനിക്കെന്ന് വെച്ചാൽ ഏത് കാര്യമാണെങ്കിലും അതിനൊരു നെഗറ്റീവ് പറയാനോ പോസിറ്റീവ് പറയാനോ ആൾക്കാർ ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ചാൽ പറഞ്ഞ് മനസ്സിലാവുന്നവർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്റെ ഇതിലുള്ള കമന്റ്സ് ഇടുന്നവരാ കമന്റ്സ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു ബോധമുള്ളവരോടല്ല നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾ എന്ത് പാടണം അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ പാടുന്നതുകൊണ്ടൊക്കെ വരും. അപ്പം അതൊന്നും ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ കോട്ടം തട്ടുന്നൊക്കെ അതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പോരൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത്, പോരൂരാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിളിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നി. കാരണം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ നാട്ടിൽ അധികം ആൾക്കാർ അവിടെ ഉണ്ടായി, ഈവൻ മുസ്ലിംസ് ഉണ്ടായി, എല്ലാവരും ക്ഷേത്രത്തിൽ പരിപാടിയാണെങ്കിൽ എല്ലാവരും ഉണ്ടായി. അപ്പൊ എനിക്കത് ഭയങ്കര അവരുടെ അടുത്ത് നിന്ന് ഒരു അംഗീകാരം കിട്ടാന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നി. അതെ, ഇപ്പം ഏതൊരു സിംഗർ ആണെങ്കിലും ഇപ്പം ഫാത്തിമയുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. कच्ची सड़ा मासूम चेहरा नियत नूरानी सड़ा दिल है सुनहरा. ഫാത്തിമയ്ക്ക് ഉണ്ടാവില്ല ഒരു ഇഷ്ടം, ഇന്നൊരു കൈൻഡ് ഓഫ് പാട്ടുകൾ പാടാനാണ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പൊ ഫാത്തിമ ഏതൊക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത്? ഞാൻ ഫസ്റ്റ് ക്ലാസിക്കൽ ചൂസ് ചെയ്യും, പിന്നെ ഫോക്ക് ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ മെലഡി ഇഷ്ടമാണ്. എനിക്ക് അറിയുന്ന ആരെങ്കിലും ഉമ്മ ഉണ്ടാവുക ഉപ്പൊക്കെ ആവുമ്പോൾ എനിക്ക് അയ്യോ അങ്ങനെ. അപ്പൊ ഈ സ്റ്റേജിന്റെ ഷോസിലൊക്കെ പാടാൻ പോകുമ്പോൾ അപ്പൊ എനിക്ക് കുഴപ്പമില്ല, ആരോ ആണല്ലോ. ഹായ്, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. സംഗീതത്തിന് അതിരുകളിൽ നിന്ന് സ്വന്തം ശബ്ദത്തിലൂടെ കാണിച്ചു തന്ന പ്രിയ ഗായിക ഫാത്തിമ ഇസ്തിക്കാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ് ഫാത്തിമ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഫാത്തിമ, എന്തൊക്കെയാണ് ഇപ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ? ഇപ്പൊ എന്താ ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടോ? ഞാനങ്ങനെ ഒറിജിനൽസ് അധികം പാടിയിട്ടില്ല. ഇങ്ങനെ ഓരോ ഷോസ് ഒക്കെ ചെയ്തു ചാനലിലൊക്കെ. ആദ്യമായിട്ട് ഈ പാടാൻ പറ്റും എന്ന് തിരിച്ചറിഞ്ഞത് ആരാണ് വീട്ടില്? അത് എത്ര വയസ്സിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാടാനൊക്കെ? എനിക്ക് ഒരു 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് ആദ്യമായിട്ട് കൊണ്ടുപോയി ചേർക്കണേ. അവര് ചേർത്തതിന് ശേഷമാണോ? അല്ല, പാടേണ്ടത് മനസ്സിലായപ്പോ പിന്നെ അവര് കൊണ്ടുപോയി ചേർത്തു. അതിന് അവിടുന്ന് പിന്നെ ഇവിടെ തുടങ്ങി ഫുള്ള് പാട്ട് മാത്രമാണ്. വേറെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? എഡ്യൂക്കേഷൻ ഞാൻ UP സ്കൂൾ വരെ നാട്ടിൽ തന്നെ UCN MEPs വരും. അവിടുത്തെ ടീച്ചേഴ്സ് സത്യം പറഞ്ഞാൽ അങ്ങനെ പാട്ട് പഠിക്കണം എന്നൊക്കെ ഉപ്പനോടുമ്മനോടെല്ലാം പറഞ്ഞു. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ ഞാൻ WIC വണ്ടൂർ അവിടെ ആയിരുന്നു. പിന്നെ കോളേജ് മഹാരാജാസ് എറണാകുളം. എനിക്കൊന്ന് വണ്ടൂരിൽ സ്കൂളിലെ ടീച്ചറാണ് ഫാത്തിമനെ ഏറ്റവും കൂടുതൽ പാടാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ്. ആ ഒരു ഓർമ്മയിൽ പോകുമ്പോൾ എന്താ പറയാനുള്ളത് ഫാത്തിമയ്ക്ക്? അത് 9th 8th തോന്നുന്നത്. ആ സമയത്താണ് ഞാൻ ശാസ്ത്രീയ സംഗീതത്തിന് എല്ലാ വർഷവും കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേജിൽ കഥകളി സംഗീത ഐറ്റം ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു പ്രാവശ്യം ടീച്ചർ പറഞ്ഞു ഫാത്തിമ ഇത് പാടിയ നന്നാവും, സൗണ്ടിന് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പിന്നെ അത് ട്രൈ ചെയ്ത്.
അപ്പോൾ അത് പഠിപ്പിച്ച ദീപ പാലനാട് എന്ന് പറഞ്ഞ ടീച്ചറാണ്. ടീച്ചർ തന്നെ UP സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായി. അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചർ അറിയാം. അങ്ങനെ അപ്പം എനിക്ക് എളുപ്പമായിരുന്നു പഠിക്കാൻ. ഈ ഞാൻ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്നത് ഈ മാപ്പിളപ്പാട്ടും കഥകളി സംഗീതവും ഈ പറഞ്ഞ കർണാട്ടിക്കും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഫാത്തിമ? അതായത് ഞാൻ എല്ലാം കൂടി ചെയ്യുന്ന ഒരാളെങ്ങനെ റയറായിട്ട് കാണാറുള്ളൂ. പക്ഷെ എല്ലാത്തിലും നോക്കുകയാണെങ്കിലും ഭയങ്കര കുളിര് കയറുന്ന രീതിയിലുള്ള ട്രാക്കുകളൊക്കെയാണ് കേൾക്കാറുള്ളത്. എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാനില്ല. എന്നുവെച്ചാൽ എല്ലാ പാട്ടും എനിക്ക് ഇഷ്ടമാണ് കേൾക്കാനെല്ലാം. മെലഡി ആണെങ്കിലും മാപ്പിള പാട്ടാണെങ്കിലും എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പോൾ ആ ഇഷ്ടത്തോടെ അങ്ങനെ പാടും, അങ്ങനെ അത്രേ ഉള്ളൂ. റഷീല ടീച്ചറാണ് ഫാത്തിമേന്റെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാടാൻ പറ്റുന്നുള്ളത് തിരിച്ചറിഞ്ഞതല്ലേ? ആ ഒരു ഓർമ്മയിലേക്ക് പോകുമ്പോൾ എന്താ പറയാനുള്ളത്? ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ടീച്ചർ എന്നോട് കഥകളി സംഗീതം എൻ്റെ വോയിസിന് ചേരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സജസ്റ്റ് ചെയ്തത് ടീച്ചറാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് നമ്മൾ ദീപ പാലനാട് ടീച്ചറാണ്. ടീച്ചർ കഥകളി സംഗീതത്തിന് ഭയങ്കര പ്രശസ്തയാണ്. അപ്പോൾ പിന്നെ എന്നെ UP സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അപ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ടീച്ചറെ അടുത്ത് പഠിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞാൻ ടീച്ചറെ വിളിച്ചു, ഉമ്മ വിളിച്ചു, അങ്ങനെ ടീച്ചറെ അടുത്ത് ചേർന്നു കഥകളി സംഗീതം പഠിക്കാൻ. ഈ പറയുന്ന കർണാട്ടിക്കും ഇത്തരത്തിലുള്ള കഥകളി സംഗീതമൊക്കെ പാടുമ്പോൾ വീട്ടിലാണെങ്കിലും ഇപ്പം സമൂഹത്തിലാണെങ്കിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ. ഇപ്പം കുറെ പേർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസ് കാണാറുണ്ട്. ഫാത്തിമയ്ക്ക് അതെങ്ങനെയൊക്കെയായിരുന്നു അനുഭവം വന്നിട്ടുണ്ടായിരുന്നേ? എന്നുവെച്ചാൽ എനിക്ക് നെഗറ്റീവായിട്ട് കമന്റ്സ് ഇപ്പോഴും വരാറുണ്ട്. അങ്ങനെ കമന്റ്സ് ആണ് അധികം വരും, അങ്ങനെ മെസ്സേജസ് ആയിട്ടൊന്നും വരാറ് കുറവാണ്. അപ്പം അതിന് എനിക്കെന്ന് വെച്ചാൽ ഏത് കാര്യമാണെങ്കിലും അതിനൊരു നെഗറ്റീവ് പറയാനോ പോസിറ്റീവ് പറയാനോ ആൾക്കാർ ഞാൻ അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഞാനിതുവരെ പാടണ്ട എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഫാമിലി നിന്നാണെങ്കിലൊക്കെ? ഫാമിലിയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഉമ്മൻ്റെ ഫാമിലി ആണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ചിലപ്പോൾ മനസ്സിലെല്ലാം ആരെയും പറഞ്ഞിട്ടില്ല, നേരിട്ട് അങ്ങനെ ഒരു കോൺവെർസേഷൻ. പിന്നെ എങ്ങനെ ഉണ്ടാവുക കമന്റ് വഴിയാണ്. അതും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഭയങ്കര ബോൾഡ് ആയിട്ടുണ്ടല്ല ഓൺലൈൻ ഒന്നും ചെയ്യണ്ട. മാരേജ് കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഇപ്പൊ 3 years ആയി. ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെ ഈ പാടുന്ന കാര്യത്തിൽ? ഭയങ്കര സപ്പോർട്ടാണ്. ആൾക്ക് ആദ്യം അറിയായിരുന്നു ഞാൻ പാടുന്നതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യം. അപ്പോൾ അങ്ങനെ പിന്നെ ഇങ്ങനെ കല്യാണം അങ്ങനെ ആയേ. അപ്പോൾ വീട്ടിലാണെങ്കിലും ആളുടെ വീട്ടിലാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്നതും പെർഫോമൻസ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇപ്പോഴും ഇതുവരെ നല്ല സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. എല്ലായിടത്തും കൊണ്ടുപോകൊക്കെ ചെയ്യും. പാടാനിക്കോട്ടോ. ഈ ശിവക്ഷേത്രത്തിൽ ലവണാസുരപാദം പാടുമ്പോൾ ഫാത്തിമയ്ക്ക് ഉണ്ടായൊരു അനുഭവം എന്താണ്? കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എത്രയ്ക്ക് ഓപ്പൺ ആണെന്ന് പറഞ്ഞാലും അതിനൊരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹിജാബ് ഇട്ടൊരു പെൺകുട്ടി ഈ ആട്ടക്കഥയിലെ ഒരു കഥകളി സംഗീതങ്ങളൊക്കെ പാടുമ്പോൾ എല്ലാവർക്കും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തോളണമെന്നില്ല. പക്ഷെ അത് പാടാൻ പറ്റിയപ്പോൾ ഫാത്തിമയുടെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു അനുഭവം എന്തായിരുന്നു? അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ നാട്ടിലായിരുന്നു. പോരൂർ ശിവക്ഷേത്രം എന്ന് പറയുന്നത്, പോരൂരാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് വിളിക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് തോന്നി. കാരണം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. അപ്പോൾ നാട്ടിൽ അധികം ആൾക്കാർ അവിടെ ഉണ്ടായി, ഈവൻ മുസ്ലിംസ് ഉണ്ടായി, എല്ലാവരും ക്ഷേത്രത്തിൽ പരിപാടിയാണെങ്കിൽ എല്ലാവരും ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കര അവരുടെ അടുത്ത് നിന്നൊരു അംഗീകാരം കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര വലിയ കാര്യമായിട്ട് തോന്നി. അതെ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊന്ന് പാടാമോ? ലവണാസുരപാദമാണോ? ഹന്ത ഹന്ത ഹനുമാനേ ബന്ധീത ആയതും ഓർത്താൽ എന്തേ വണ്ണം വന്നേടുവാൻ ചിന്തേ ചേഷ്ടിതം. ഫാത്തിമയ്ക്ക് പാടാൻ ഇഷ്ടമുള്ള ഈ കഥകളി പദം ഏതാ?
എനിക്ക് ഏറ്റവും പാടുമ്പോൾ ഇഷ്ടം ഞാനിപ്പോ അടുത്ത പഠിച്ച അജിതാഹരയാണ്. ഭയങ്കര ഇഷ്ടമാണോ? അതെ, ഒരുപാട് ഇഷ്ടം. അപ്പൊ മേദുര ഭക്തിയുള്ള മാതൃശ സുഖമിന്യേ മേദുര ഭക്തിയുള്ള മാതൃശ സുഖമിന്യേ വാദമില്ലഹോ ദുഃഖം ബാധിക്കയില്ല നൂനം യാദവാധിപ നിന്നെ ഹൃദയ ചിന്ത നിദാനേന മോദം മേ വളരുന്നു കരുണ വരണം അരുണ സഹജ കേദന അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ ലോകത്തേക്ക് കൊണ്ടുപോയി, വേറെ ലോകത്തേക്ക് കൊണ്ടുപോയി. ഇപ്പം ഏതൊരു സിംഗർ ആണെങ്കിലും ഇപ്പം ഫാത്തിമയുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടിയിട്ടുണ്ട്. ഇമോഷണൽ ആയിക്കോട്ടെ, വാട്ടർ എല്ലാ തരത്തിലും അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുള്ള. എന്നാലും ഫാത്തിമയ്ക്ക് ഉണ്ടാവില്ല ഒരു ഇഷ്ടം, ഇന്നൊരു കൈൻഡ് ഓഫ് പാട്ടുകൾ പാടാനാണ് അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ? അപ്പൊ ഫാത്തിമ ഏതൊക്കെയാണ് ചൂസ് ചെയ്യാറുള്ളത്? ഞാൻ ഫസ്റ്റ് ക്ലാസിക്കൽ ചൂസ് ചെയ്യും, പിന്നെ ഫോക്ക് ടൈപ്പ് എനിക്ക് ഇഷ്ടമാണ്, പിന്നെ മെലഡി ഇഷ്ടമാണ്. ഇനി അങ്ങോട്ട് ഫാത്തിമയുടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പാട്ട് പാടാൻ മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വേറെ രീതിയിലൊക്കെ ഇപ്പൊ പാട്ട് പാടുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ മാപ്പിളപ്പാട്ട് പാടുകയാണെങ്കിൽ മാപ്പിളപ്പാട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടുന്ന് ഫാത്തിമ ഇപ്പൊ കഥകളി സംഗീതം പാടുമ്പോഴൊക്കെ ഇതേപോലെ ആഗ്രഹമുള്ളവരുണ്ടാവും, പലർക്കും പറ്റാതെ അല്ലെങ്കിൽ ഇതേമാതിരത്തുള്ള ബുള്ളിങ്സ് ഒക്കെ ഫേസ് ചെയ്തിട്ട് മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ ഫാത്തിമയ്ക്ക് എന്താ പറയാനുള്ളത്? എന്നുവെച്ചാല് നമ്മളിപ്പോ ഏത് മേഖല എടുത്താലും ഇങ്ങനെ നമുക്കെതിരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. അത് ഫിലിം ഫീൽഡിലാണെങ്കിലും ഇങ്ങനെ പാട്ടിന്റെ ഫീൽഡിലും എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ എനിക്കും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ പറയാനുള്ളത് പറയാ, നമ്മളതിനെ മുഖം കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവുന്നവർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇപ്പം എൻ്റെ ഇതിലെല്ലാം കമൻസ് ഇടുന്നവരാ, കമൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞു ബോധമുള്ളവരോടല്ല നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ ചോയ്സാണ്, നമ്മൾ എന്ത് പാടണം അല്ലെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വരേണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ പാടുന്നതുകൊണ്ടൊക്കെ വരും. അപ്പോൾ അതൊന്നും ഒരിക്കലും എൻ്റെ വിശ്വാസത്തെ കോട്ടം തട്ടുന്നൊക്കെ അതൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ വിശ്വാസം എന്താണോ അത് അതേപോലെ തന്നെ ആയിരിക്കും. അതൊരു ഈ ഒരു പാട്ട് പാടി വിചാരിച്ചിട്ട് അതിലൊരു എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ വിചാരിക്കില്ല. അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഫാത്തിമയുടെ ഒരു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ മ്യൂസിക്? ഉണ്ട്, ഇപ്പോഴും പഠിക്കുന്നത് അവിടെ തന്നെയാണോ? ഞാനിപ്പോ ഹിന്ദുസ്ഥാനി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും കൈ വയ്ക്കുന്നുണ്ടല്ലോ. അതെ, എല്ലാം പഠിക്കും അങ്ങനെ. അപ്പോൾ അത് ഞാൻ അജിത് സാർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്നത്. ഇനി അങ്ങോട്ട് എന്താണ് ഇതിൽ അച്ചീവ് ചെയ്യാനുള്ളത്? ഇനി എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ്, സിനിമയിൽ പാടുക എന്നുള്ളതാണ്. അതെ, എല്ലാ ആർട്ടിസ്റ്റുകളും പോലെ അതാണ് അറ്റംപ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടോ ഞാൻ ആ ഒരു ലെവലിലേക്ക്? അങ്ങനെ വെച്ചാല് നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എല്ലാവർക്കും നമ്മൾ പാട്ടെല്ലാം അയച്ചു കൊടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഡയറക്ടറുടെ പാട്ടാണെങ്കിൽ ആൾക്ക് ആ കമ്പോസർക്ക് അയച്ചെടുക്കും, മെൻഷൻ ചെയ്യും. അങ്ങനെ അവരിങ്ങനെ നമുക്ക് അങ്ങനെ മെസ്സേജ് എല്ലാം അയക്കും എന്നല്ലാണ്ട് ഇതുവരെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. സൂപ്പർ സ്റ്റാറിൽ പാടിയപ്പോൾ എന്താ തോന്നി? ശരത് സാറിന്റെ കോല് പാടി അത് ഭയങ്കര സന്തോഷമായി. കാരണം അവര് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ച. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവര് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, ഈ പാട്ട് പാടുകയാണെങ്കിൽ നന്നാവെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ 2 ദിവസം മുന്നെയാണ് അവര് വിളിച്ചത്, പറയണം ഈ പാട്ട്. അപ്പോൾ ട്രാക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാവും, അപ്പൊ ഉറപ്പില്ല എന്ന് പറഞ്ഞു അവരെന്നെ. അപ്പൊ എന്തായാലും പഠിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പഠിച്ചു വെച്ചപ്പോ അവര് അന്നാണ് പറയണേ ഇത് പാടാണെന്നുള്ളത്. അങ്ങനെ അന്ന് പാടി
പക്ഷെ ഞാൻ വിചാരിക്കാത്തത്ര ആൾക്കാര് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു അല്ലേ? എന്തായിരുന്നു അവരുടെയൊക്കെ റെസ്പോൺസ്? അത് 1 വർഷം മുന്നത്തെ പരിപാടി. അതെ. അന്നും അത്യാവശ്യം റീച്ച് കിട്ടി. ഈ വർഷം ഇപ്പൊ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടി. കാരണം ഭയങ്കര അതായത് ഇപ്പം ഈ റീൽസ് കാണുകയാണെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമാണ്. അതാണ് ഫാത്തിമേനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. എനിക്കൊന്ന് കോപ്പറേറ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല, എങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിട്ട് ഒന്ന് പാടാവോ? കുരളലി ഭസ്മരുദ്രാക്ഷമു ധരിസിത പരമ വൈഷ്ണവ മുനി ഗരുഡ ഗമന നമ്ന പുരന്ദര വിഠലന പ്രാണ പ്രിയ മുനിയേ ചന്ദ്രചൂഡ ശിവ ശങ്കര പാർവതി രമണ നിനഗേ നമോ നമഃ സുന്ദരധര പിനാകധര ഹര സുന്ദരധര പിനാകധര ഹര ഗംഗാധര ഗജാചർമാംബരധര ഗംഗാധര ഗജ ചാർമാംബരധര. ഒരു സിംഗർ എന്ന നിലയിൽ ഫാത്തിമ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം എന്താണ്? എന്ത് കേൾക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാത്തിമ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത് ഈ കാര്യത്തിലാണ്? ഇപ്പോൾ നമ്മളൊരു വേദിയിൽ പോയിട്ട് സ്റ്റേജിൽ പോയിട്ട് പാടിയിട്ട് നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല കമൻസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രാക്ക് ഇടുമ്പോഴും ഇപ്പൊ ഫാത്തിമ സ്വയം ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഒരുപാട് പാടിയിടാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഏതെങ്കിലും സിംഗേഴ്സിന്റെ അടുത്തുനിന്ന് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമന്റ്സ് ആയിട്ടൊക്കെ വരാറുണ്ടായിരുന്നോ? ഞാന് എമ്പുരാൻ പാടിയപ്പോ ഉഷാദ് മാം നേരിട്ട് എനിക്ക് മെസ്സേജ് ചെയ്തു, പിന്നെ കമന്റ് ചെയ്തു, സ്റ്റോറി ഇട്ടു. അത് ഭയങ്കര അങ്ങനെ ആളങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എൻഗേജ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ആള് മെസ്സേജ് ചെയ്തു ഭയങ്കര. പിന്നെ മാധവ് സരൻ അവരൊക്കെ കമന്റ് ചെയ്തു. ആ ചന്ദ്രചൂടൊക്കെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ആർട്ടിസ്റ്റ് ആരാ? അതായത് ഇപ്പം പാടിയാൽ കൊള്ളാം, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ആളുടെ കൂടെ പാടിയ ഒരുപാട് ഹാപ്പി ആയിരിക്കും തോന്നിയിട്ടുള്ള ആരോടെ? അത് തീർച്ചയായിട്ടും റഹ്മാൻ സാറായിരിക്കും. പറയാൻ മുമ്പ് പറയാലോ, പറയാൻ ഇഷ്ടമുള്ളതൊക്കെ പറയാലോ. അതെ, അല്ല സീരിയസ് ആയിട്ട് ആളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അപ്പൊ ട്രാക്കൊക്കെ ഇതാ? കൊറേ ഉണ്ട് അങ്ങനെ. എന്നാലും റഹ്മാൻ എന്ന് കേൾക്കുമ്പോൾ ഫാത്തിമയുടെ മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഓടി എത്തുന്നത് എന്താ? കണ്ണാളനെ ഒരുപാട് പാട്ടുണ്ട്. പിന്നെ കുൻഫയക്കും എപ്പോഴും കേൾക്കും. അതിപ്പോ എനിക്ക് തോന്നുന്നു അതാന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ട്രാക്ക്. ഇൻസ്ട്രുമെന്റ് വായിക്കാറുണ്ടോ? പിന്നെ എനിക്ക് ഇൻസ്ട്രുമെന്റ് വായിക്കാൻ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? ഞാൻ BA മ്യൂസിക്കാണ് ചെയ്തത്. അപ്പോൾ സബ് വീണായിരുന്നു. അപ്പൊ അതിന് എക്സാമിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഒരു ബേസ് എല്ലാം അറിയാം, അങ്ങനെ അധികം അറിയില്ല. അതായത് വീണ പഠിച്ചു തുടങ്ങിയപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് വഴങ്ങില്ല. അപ്പൊ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. രസമാണ് വായിക്കുന്നവര് കേൾക്കാൻ. എനിക്കത് വഴങ്ങുന്നു എനിക്ക് തോന്നിയിട്ടില്ല. അല്ലാതെ ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റാ വഴങ്ങും എന്ന് തോന്നിയിട്ടില്ല? ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ പിയാനോ എല്ലാം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ്? സിത്താർ കേൾക്കാൻ ഇഷ്ടമാണ്. പിന്നെ വയലിൻ കേൾക്കാൻ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഫാത്തിമ കഥകളി സംഗീതത്തിൽ നിന്നും ക്ലാസിക്കൽ നിന്നാണ് തുടങ്ങിയത് അല്ലേ? പിന്നെ മാപ്പിളപ്പാട്ട് പാടാൻ തുടങ്ങി. അതിന്റെ ഒരു ജേണി എങ്ങനെയായിരുന്നു? എങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് പിന്നെ ഒരു ഇഷ്ടം തോന്നിയിട്ടും ട്രാക്കുകളൊക്കെ പാടാൻ തുടങ്ങിയത്? വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ സിനിമാ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് പാടാൻ തുടങ്ങിയപ്പോഴാണ് എന്നെ മ്യൂസിക് ക്ലാസ്സിൽ ചേർത്തത്. അപ്പോൾ ക്ലാസിക്കൽ പഠിച്ചാൽ പിന്നെ അങ്ങനെ എല്ലാ പാട്ടിനും ഒരു ബേസ് ആവില്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കും അങ്ങനെ പഠിപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ സ്കൂളിലും എല്ലാ സബ് ജില്ലാ മത്സരങ്ങൾക്കൊക്കെ എല്ലാ ഐറ്റത്തിനും പാടും. അങ്ങനെ എല്ലാത്തിനും പേര് ഞാൻ തന്നെ പോയി കൊടുക്കും. അങ്ങനെ ഒരാളായിരുന്നു. പിന്നെ വലുതായപ്പോഴാണ് ഭയങ്കര ഷൈ ആയത്. അപ്പൊ ആ സമയത്ത് മാപ്പിളപ്പാട്ടിനും ചേരും, ശാസ്ത്രീയ സംഗീതത്തിനും ചേരും. അങ്ങനെ ചിലപ്പോ മാപ്പിളപ്പാട്ടിന് അങ്ങനെ ഫസ്റ്റ് ഒന്നും അടിക്കില്ല, പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടാം. അന്ന് പാടിയത് പാടാം.
അഞ്ചിത മുഞ്ചിത കഞ്ചക വഞ്ചി സുലൈഖ തികപുകൾ മെത്തി അമ്പിയ താജൊളി ചെമ്പകരങ്കുളയൂസൽ മെത്തി ഓറ്റമി ചാറ്റുകിലേറ്റ മദ്രപ്പാമാകുമേ ഹക്കഥനാഥൻ തന്റെ കലാമിൽ ഏറെ സവിസ്തരമിണ്ടും അഹസനിൽ കസസായി ഉലകമിലെങ്കും വാഴ്ത്തിപ്പാടി വീണ്ടും ഹക്കുവലിക്കവി ചിക്കവി കോർവൈതാക്കുമേ ഹക്കുവലിക്കവി ചിക്കവി കോർവൈതാക്കുമേ. ഫാത്തിമ, ഗുരുനാഥയെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? കാരണം ഇത്രയും ഒരു ടഫായിട്ടുള്ളൊരു കഥകളി സംഗീതം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലാംഗ്വേജ് അല്ല. അപ്പം അതിനെങ്ങനെയാണ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് ഫാത്തിമ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാനിത് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് അത് തുടങ്ങിയത് ആദ്യമായിട്ട്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എന്നുവെച്ചാൽ അന്നൊക്കെ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു പഠിക്കുക. എന്ന് വെച്ചാൽ എല്ലാ വർഷവും കലോത്സവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് മാത്രം ടീച്ചറെ അടുത്ത് പോയിട്ട് പഠിക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ടീച്ചർ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം എഴുതി തരും. ആദ്യം ലിറിക്സ് എല്ലാം എഴുതും, എന്നിട്ട് ഭയങ്കര അക്ഷരസ്ഫുടത വേണമല്ലോ, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇങ്ങനെ വരയ്ക്കും, റെഡ് ലൈൻ കൊണ്ട് വരയ്ക്കും, പിന്നെ മീനിങ് എഴുതി തരും, പറഞ്ഞു തരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓരോ സംഭാഷണങ്ങളാണ് പദങ്ങളായിട്ട് നമ്മൾ പാടുന്നത്. അപ്പോൾ എന്താണെന്ന് ആദ്യം കഥ പറഞ്ഞു തരും, പിന്നെ ഇപ്പോൾ ഇവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സംസ്കൃതം അറിയില്ല, ലാംഗ്വേജ് അറിയില്ല, പിന്നെ മലയാളം സംസ്കൃതം മിക്സ് ആയിട്ടുള്ള ഒരു മണിപ്രവാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഷയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടീച്ചറെല്ലാം പറഞ്ഞു തരുമായിരുന്നു, ഇത് കഥ ഇതാണ്, അപ്പോൾ ആ കഥ ആലോചിച്ചിട്ട് പാടണം, അവരെന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പാടണം, അപ്പോൾ ആ ഫീലോട് കൂടി പാടണം. അങ്ങനെ ടീച്ചർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് അക്ഷരങ്ങൾ പാടുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ചില സ്ഥലത്ത് അങ്ങനെ ഉറപ്പിച്ച് പാടുന്നിടത്ത് ഞാൻ അങ്ങനെ പാടില്ല. അപ്പോൾ അങ്ങനെ ടീച്ചർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസമൊക്കെ മുന്നേ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങും കലോത്സവത്തിന് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ പിന്നെ കലോത്സവം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് കഥകളി സംഗീതം ഒന്ന് നിർത്തിയ പോലെ എന്നുവെച്ചാൽ അങ്ങനെ ടീച്ചർ എപ്പോഴും വിളിക്കും, ഇത് പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ മടിയായി അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് കോളേജിലൊക്കെ പോയ സമയത്ത് പിന്നെ ഞാൻ പിന്നെ വീണ്ടും ടീച്ചർ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ വിളിക്കും. അപ്പം അങ്ങനെ പോയി ഇപ്പോഴാണ് ശരിക്കും അങ്ങനെ പഠിച്ചു തുടങ്ങുന്നത്. അതെ, എപ്പോഴും ഈ ഡെയിലി പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കാറുണ്ടോ ഫാത്തിമ? എന്നുവെച്ചാൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ MA ചെയ്യുന്ന ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സാമിന് വേണ്ടിയിട്ടും അങ്ങനെ പഠിത്തമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഒരു ബ്രേക്ക് ആയപ്പോൾ എനിക്ക് അങ്ങനെ ബ്രേക്ക് എടുത്തു എന്നല്ല, പക്ഷെ PG ഒക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് ലാവിഷായിട്ട് നടക്കും. ആ സമയത്ത് ഇങ്ങനെ പാടാണ്ടൊക്കെ ഒരു മാസം 2 മാസമൊക്കെ ഇരിക്കും. അപ്പൊ പിന്നെ നമുക്കൊരു ടെൻഷനാവും, അന്ന് പാടുന്നില്ലല്ലോ. അപ്പൊ വോയിസിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഭയങ്കര ഡ്രൈ ആയിട്ട് അടങ്ങി പോക്ക് ചെയ്യും. അപ്പൊ പിന്നെ നമ്മളെന്നും രാവിലെ ഒന്നുമില്ല, പക്ഷെ ഒരു ദിവസം രാവിലെ ഒന്നും നീറ്റിട്ട് പാടുന്നില്ല. അല്ല, അതൊക്കെ നല്ലതാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു ദിവസം സമയം മാറ്റി വെക്കും പാടാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടും. പുതിയ പാട്ടുകൾ ഇറങ്ങുന്ന പാട്ടുകളൊക്കെ പഠിക്കാനൊക്കെ. ഫാത്തിമയ്ക്ക് ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് മൈക്ക് വിളിച്ച് ഫാത്തിമ പാടിയത് അത് ആലോചിക്കുമ്പോൾ ഫാത്തിമയ്ക്ക് എന്താ തോന്നുന്നത്? ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ തോന്നുന്നത് ആദ്യമായിട്ട് പാടി. അതെന്താ പാട്ടൊന്നും ഓർമ്മയില്ല, ചെറിയ കുട്ടിയാകുമ്പോൾ. അത് ഇതേപോലെ സ്കൂളിൽ നിന്ന് പാടുന്നതിൻ്റെ ഇടയിൽ നിന്നിട്ട് പിന്നെ എന്നെ ടീച്ചറെ കൊണ്ടുപോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ആ സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങനെ സ്റ്റേജ് ഫിയർ അറിയില്ലല്ലോ. പിന്നെ ഒരു ഹൈസ്കൂളായപ്പോൾ എനിക്ക് സ്റ്റേജ് ഫിയർ വന്നു. പിന്നെ ഇത് അടുത്ത് വരെ ഉണ്ടായിരുന്നു സ്റ്റേജ് ഫിയർ. എന്നുവെച്ചാൽ എനിക്ക് അറിയുന്ന ഓഡിയൻസ് ആണെങ്കിൽ എനിക്ക് ഫിയർ കൂടും. അതെ, എനിക്ക് അറിയുന്ന ആരെങ്കിലും മുമ്പ് ഉണ്ടാവുക ഉപ്പൊക്കെ ആവുമ്പോൾ എനിക്ക് അയ്യോ അങ്ങനെ. അപ്പൊ ഈ സ്റ്റേജിൽ ഷോസിലൊക്കെ പാടാൻ പോകുമ്പോൾ അപ്പൊ എനിക്ക് കുഴപ്പമില്ല ആരോ ആണല്ലോ. എന്നുവെച്ചാൽ അറിയാത്ത ആൾക്കാരാകുമ്പോൾ എനിക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല. ഉമ്മയൊക്കെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ ടീച്ചറൊക്കെ ഉണ്ടാവും. ടീച്ചറൊക്കെ സ്റ്റേജിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ടീച്ചറെ കൂടെ ഞാൻ 2 കൺസേർട്ട് ചെയ്തു കഥകളി സംഗീതം തന്നെ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പറയുമ്പോൾ ടീച്ചർ ഹെൽപ്പ് ചെയ്യും എന്നെ, പക്ഷെ എനിക്ക് എന്നാലും തെറ്റിക്കാണ്ട് പാടണം, അങ്ങനെ ഒരു സാധനം അതുണ്ടാവും. ഭയങ്കര ടെൻഷനാണോ? ഓക്കെ. അപ്പൊ ഈ കോമ്പറ്റീഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത്, അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റേജിലൊക്കെ പോകുമ്പോഴായിരുന്നു? കോമ്പറ്റീഷൻ എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്നില്ല, നന്നായിട്ട് പാടണം എന്നുണ്ടായിരുന്നു അന്നൊക്കെ. ഫസ്റ്റ് കിട്ടിയ സന്തോഷം അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു എനിക്കെന്നെ ജയിക്കണം അങ്ങനെ ഒരു സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴാണെങ്കിലും സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ
അത് എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് നന്നായി അന്ന് പാളിയാലും നമുക്ക് അതൊരു ബാഡാണല്ലോ. അതെ, അത് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ട്. പാട്ട് പഠിച്ചു തുടങ്ങിയപ്പോൾ ഫാത്തിമ ഫുൾ PGയും ഡിഗ്രി ഒക്കെ ഇതായി. അപ്പോൾ ഈവൻ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹൈസ്കൂൾ പഠിക്കാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു ചെറിയ കുട്ടി ആ സമയത്ത് പ്രൊഫഷൻ ആഗ്രഹിച്ചിരുന്ന പ്രൊഫഷൻ എന്തായിരുന്നു? എൻ്റെ ഉപ്പ ടീച്ചറാണ്. അപ്പോൾ ഉപ്പാക്ക് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോളെ ഞാനും എൻ്റെ ബ്രദറുണ്ട് ആരെങ്കിലൊക്കെ ടീച്ചിങ് ആണ് നല്ലത്, അതാകുമ്പോൾ സേഫാണ്, ജോലിക്കൊക്കെ പോകുമ്പോൾ സുഖമാണ്, ജോലി സുഖമാണെന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയും. അപ്പൊ ഇപ്പൊ +2 കഴിഞ്ഞിട്ട് TTCക്ക് ചേരാം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ വിചാരിച്ചിരുന്നത്. അതെ, അപ്പൊ ഞാൻ ഓക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയായിരുന്നു. പിന്നെ ഒരു 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് +1 ചേർന്ന് ആ സമയത്ത് എനിക്ക് BA മ്യൂസിക് ചെയ്യണം, പിന്നെ MA ചെയ്യണം അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഞാനത് വീട്ടിൽ പറഞ്ഞപ്പോൾ ആർക്കും അങ്ങനെ എതിരൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാം അങ്ങനെയായിരുന്നു. ഈ സംഗീതത്തിൽ ടീച്ചർ ആവണമെന്ന് തോന്നുന്നുണ്ടോ? ഡിഗ്രി കഴിഞ്ഞപ്പോൾ PG കഴിഞ്ഞപ്പോൾ? അതെ, ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുറെ സ്റ്റുഡൻസ് കുറച്ചൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഞാൻ നെറ്റ് എക്സാം അതിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ആഗ്രഹം, കോളേജിലൊക്കെ പഠിപ്പിക്കുന്നത്. അടിപൊളിയാവട്ടെ. അപ്പം ഇനി ഫാത്തിമയ്ക്ക് ഇപ്പൊ അടുത്തത് നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നു, ഈ ഒരു ടീച്ചറൊക്കെ ആയിട്ട് BA മ്യൂസിക് ഡ്രാമ സ്കൂളിലേക്ക് തന്നെയാണോ പോണേ? അറിയില്ല അവിടെ ആഗ്രഹം. അവിടെ ഉണ്ടോ? അവിടെ പഠിപ്പിക്കണം, പഠിച്ചോടെ തന്നെ പഠിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടോ? അതെ, അതൊക്കെ ഭയങ്കര വലിയ കാര്യമില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഫാത്തിമ ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പോൾ റഹ്മാന്റെ കൂടെ പാടാനൊക്കെ ഒരു അവസരം കിട്ടട്ടെ, അതേപോലെ തന്നെ എക്സാം ഒക്കെ പാസ്സായിട്ട് ഒരു ടീച്ചറായിട്ട് വരട്ടെ എന്നൊക്കെ വിഷ് ചെയ്യുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫാത്തിമ, ഒത്തിരി നല്ല പാട്ടുകൾ പാടി തന്നതിന്. എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഇത്ര ഇരുന്നങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും പാടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു.